ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഗോതമ്പും ഉഴുന്നും ചേർത്തിട്ടുള്ള ദോശ. ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പച്ചരി കൊണ്ടുള്ള ദോശ തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. അതായത് വെള്ളം ഉഴുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഇനി തരിയില്ലാതെ നല്ലപോലെ ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നതിന് വേണ്ട അളവെന്ന് പറയുന്നത് 1/4 കപ്പ് ഉഴുന്നിന് 1 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കപ്പ് ഉഴുന്നിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഗോതമ്പ് പൊടി ഒന്ന് നനച്ചെടുക്കാം. കണ്ട, മാവ് ഈ ഒരു പരുവത്തിൽ നനച്ചെടുത്താൽ മതി. ഏകദേശം 1.25 കപ്പോളം വെള്ളം ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കും. ഇനി ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും അരയ്ക്കേണ്ട, ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഒട്ടും അരയുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കരുത്. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ മാവ് ഒട്ടും തന്നെ പൊന്തി വരില്ല. അപ്പോൾ നമ്മൾ ദോശ തയ്യാറാക്കിയാലും അത്ര നന്നായിട്ട് കിട്ടില്ല. ഇനി ബാക്കിയുള്ള മാവും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്കിയെടുക്കാം. നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ ചോറൊന്നും ചേർക്കരുത്. ചോറ് ചേർത്താൽ നമുക്ക് ദോശ ഒട്ടും തന്നെ നന്നായിട്ട് കിട്ടില്ല. നമ്മളത് പരത്തി കൊടുക്കുമ്പോഴൊക്കെ അത് ദോശക്കല്ലിൽ ഒട്ടി പിടിച്ചിരിക്കും. ഇനി ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം ഗോതമ്പ് ദോശക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ മാവ് ഒട്ടുന്ന പോലെയാണെങ്കിലും ഇത് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നു കഴിയുമ്പോൾ ഈ ഒട്ടുന്ന പരുവൊക്കെ മാറിയിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ട് തന്നെ വെക്കണം. എന്നാലേ ഒരു 12 മണിക്കൂർ കൊണ്ടൊക്കെ ഈ മാവ് നന്നായിട്ട് പൊളിച്ച് പൊന്തി വരുള്ളൂ. അല്ലെങ്കിൽ അടുപ്പിൻ്റെ അരികിൽ വെച്ചാലും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. കണ്ട, മാവ് ഇപ്പോൾ നല്ലപോലെ പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമുക്കിതുപോലെ മാവ് പൊന്തി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാവ് തയ്യാറാക്കി വെക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടത് തയ്യാറാക്കി വെക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരുപാട് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ ഗോതമ്പ് ദോശയായിരിക്കും. ഇനി ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല മുരിഞ്ഞ് സോഫ്റ്റായ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് നെയ്യ് ചേർത്തും ബാക്കി അല്ലാതെയും തയ്യാറാക്കിയെടുത്താൽ മതി. പിന്നെ നെയ്യ് ഒഴിച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് മുരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയായിരിക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചൂട് ചമ്മന്തിയും സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് ദോശയാണ്. പച്ചരി കൊണ്ടുള്ള ദോശ തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഗോതമ്പ് ഉഴുന്ന ദോശ തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് ദോശ കിട്ടും. നമ്മൾ ഇതിൽ ചേർക്കുന്ന ഗോതമ്പ് പൊടിയുടെയും ഉഴുന്നിൻ്റെ അളവും പിന്നെ മാവ് അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മതി.
മാവ് നന്നായിട്ട് പൊന്തിയും വരും, ദോശ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഗോതമ്പ് ദോശ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.